ഇന്നത്തെ വിഷയത്തിൻ്റെ ആധാരം പിണറായി വിജയൻ്റെ മകളുടെ കേസാണ്. അതായത് ഏതൊരു വീട്ടിലും മക്കളോട് സ്നേഹവാത്സല്യം എല്ലാ രക്ഷകർത്താക്കൾക്കും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട്. പക്ഷേ അവർ വലുതായി അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകളെ രക്ഷകർത്താക്കൾ മനസ്സിലാക്കി അതനുസരിച്ച് അവരെ വിളിച്ചിരുത്തി അവരോട് സംസാരിക്കണം. കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ രക്ഷകർത്താക്കൾക്കുണ്ടാകണം. രക്ഷകർത്താക്കൾ കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതോട് ബന്ധപ്പെട്ട മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് എന്താണ് ഈ തെറ്റിന് കാരണം എന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. അതല്ലാണ്ട് മക്കൾക്ക് ചെയ്ത തെറ്റിനെ അനുകൂലമായി നിന്നുകൊണ്ട് അവരെ അനുകൂലിച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള വഴി വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകും. ആ തെറ്റ് ഒരിക്കലും തിരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് രക്ഷകർത്താക്കൾ എപ്പോഴും മക്കളെ ഒരു നോട്ടം, എപ്പോഴും മക്കളെ ഒരു കയറ് കെട്ടി നീളത്തിൽ വിട്ടേക്കണം. എന്നിട്ട് തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ ആ വയറ് വലിച്ച് പതുക്കെ അവരെ മനസ്സിലാക്കണം. അതായത് ഒരു തീ പിടിച്ച മുറിക്കകത്ത് തീ കെടുത്താൻ പോകുന്ന ഫയർ ഫൈറ്റേഴ്സിനെ പുറത്തു നിന്ന് കൺട്രോൾ ചെയ്യും, അകത്ത് നിന്ന് അവരും കൺട്രോൾ സിഗ്നൽ കൊടുക്കുന്ന പോലെ നമ്മളെല്ലാ രക്ഷകർത്താക്കളും നമ്മുടെ മക്കളിൽ ഒരു നോട്ടം വേണം. അവരെത്ര വലിയവരായാലും അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെയാണ് പിണറായി വിജയന് തെറ്റുപറ്റിപ്പോയത്. മകളുടെ തെറ്റ് ഉള്ള മീഡിയയെല്ലാം കൊട്ടിഘോഷിക്കുമ്പോഴും അദ്ദേഹം മകളെ സംരക്ഷിക്കാനുള്ള നിലപാടിലും കൂട്ടത്തിൽ താമസിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേരുദോഷം ഉണ്ടാകേണ്ടതായി വന്നത്. ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് സ്വസ്ഥമായ ഒരു ജീവിതവും ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഇതുപോലെ ഒരു പഴി കേൾക്കേണ്ടി വന്നത് വളരെ അപമാനകരമാണ്. ഇനിയെങ്കിലും അദ്ദേഹം മകളുമായിട്ടുള്ള മകള് കോടതി നിയമമനുസരിച്ച് വിചാരണ കഴിഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ച് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അത് തെളിയിച്ച് കുറ്റവിമുക്തയായിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല. കുറ്റം നേരിടുമ്പോൾ മാറ്റി നിർത്തണം. എല്ലാ അച്ഛന്മാരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.